ഷിരൂരിൽ അർജുൻ രക്ഷാദൌത്യത്തിന് തൃശൂരിൽ നിന്നുള്ള ഡ്രഡ്ജിംഗ് യന്ത്രം സജ്ജം. ജില്ലാ ഭരണകൂടം പരിശോധനകൾ പൂർത്തിയാക്കി. അതേസമയം യന്ത്രം ഷിരൂരിലേക്ക് കൊണ്ടുപോകാൻ കർണാടക സർക്കാർ ഇതുവരെ അനുമതി നൽകിയിട്ടില്ല. തൃശൂരിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ ഇപ്പോൾ ഷിരൂരിലേക്ക് തിരിച്ചിട്ടുണ്ട്. തിയോഫിൻ തൃശൂരിൽ നിന്നും ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ നമുക്കൊപ്പം ചേരുന്നുണ്ട്. തിയോഫിൻ, ഇത് തന്നെയാണ് ഏറ്റവും വലിയ പ്രശ്നം. അതായത് സംവിധാനങ്ങൾ എങ്ങനെ അവലംബിക്കണം എന്നതിൽ കൃത്യമായൊരു നിലയ്ക്ക് സർക്കാരിന്, കേരള സർക്കാരിന് ആ നിലയ്ക്കുള്ള ചില ഐഡിയകളുണ്ട്, ചില ധാരണകളുണ്ട്. ഇവിടെ അതിനനുസരിച്ചുള്ള സംവിധാനങ്ങൾ, ഈ യന്ത്ര സാമഗ്രികൾ അടക്കം ഏർപ്പെടുത്തുന്നതിനുള്ള ഒരു സംവിധാനങ്ങൾ നമുക്കൊപ്പമുണ്ട്. ആ ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ഡ്രഡ്ജിംഗ് യന്ത്രം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട എല്ലാ നടപടികളും ഇവിടെ പൂർത്തിയായിട്ടുണ്ട്. പക്ഷേ കർണാടകയുടെ ഭാഗത്ത് നിന്ന് അനുമതി ലഭിച്ചിട്ടില്ല. ഇപ്പോൾ കർണാടകയിലേക്ക് നേരിട്ട് പോയി കണ്ട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുക എന്നതാണോ ഈ പോകുന്ന ഉദ്യോഗസ്ഥരുടെ തീരുമാനം? എങ്ങനെയാണ് ഇപ്പോൾ ഈ ഒരു വിഷയം മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ ഉദ്യോഗസ്ഥർ തീരുമാനിച്ചിട്ടുള്ളത്? തിയോഫിൻ. കാവ്യ, ഇതിപ്പോൾ നമ്മൾ തേടുന്ന ഒരു സാധ്യതയാണ്. അതായത് ഈ യന്ത്രം, ഇത് അഗ്രോ ഡ്രഡ്ജ് ക്രാഫ്റ്റ് മെഷീൻ എന്നാണ് ഇതിന്റെ പേര്. നിലവിൽ ഇത് തൃശ്ശൂരുണ്ട്. തൃശ്ശൂർ എൽത്തുരുത്തിൽ, അതായത് എൽത്തുരുത്ത് പാലത്തിന് സമീപത്താണ് ഈ യന്ത്രം ഇപ്പോൾ ഉള്ളത്. ഇത് പ്രധാനമായും തൃശ്ശൂരിലെ കോൾപ്പാടങ്ങളിൽ കുളവാഴകളും ചെണ്ടിയും ഒക്കെ അടിച്ച ചെളി അടിഞ്ഞുകൂടുന്ന സമയത്ത്, ഈ ചെളി വെള്ളം ഒഴുക്കില്ലാതെ ചെളി അടിഞ്ഞുകൂടുന്ന സമയത്ത് നീരൊഴുക്ക് ചാലുകളിൽ കൃത്യമാക്കുന്നതിനും പുഴകളിലും മറ്റും ഈ ചെളി നീക്കം ചെയ്യുന്നതിനാണ് ഇത് പ്രധാനമായും ഉപയോഗിക്കുന്നത്. ഇതൊരു ബോട്ടിൽ ഒരു JCB പോലുള്ള ഒരു സംവിധാനം, ഒരു യന്ത്രക്കൈ ഘടിപ്പിച്ച് നിർമ്മിച്ചിരിക്കുന്ന ഒരു സംവിധാനമാണ്. കൃഷിവകുപ്പിന് വേണ്ടി ഇത് നിർമ്മിച്ചതാണ്. കൃഷിവകുപ്പിന്റെ സാമ്പത്തിക സഹായത്തോടു കൂടി ഒരു കോഴിക്കോട് സ്വദേശിയായ ഒരാളാണ് ഇത് നിർമ്മിച്ചത്. കാരണം നേരത്തെ ഇത്തരം ആവശ്യങ്ങൾക്ക് തൃശ്ശൂരിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്, പ്രധാനമായി ഇപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് വെള്ളത്തിൽ മുങ്ങിപ്പോകാത്ത രീതിയിലുള്ള ഒരു പ്ലാറ്റ്ഫോം, ആ പ്ലാറ്റ്ഫോമിന് മുകളിൽ ഒരു ചെറിയ JCB അത് ഘടിപ്പിച്ചുകൊണ്ട് അങ്ങനെ ഉപയോഗിച്ചിരുന്ന ഒരു സംവിധാനമാണ് നിലവിലുണ്ടായിരുന്നത്. പക്ഷെ അതിനേക്കാൾ കുറച്ചുകൂടി ആഴത്തിൽ ചെളി നീക്കം ചെയ്യാൻ സാധിക്കുന്ന ഒരു സംവിധാനമാണ് ഈ അഗ്രോ ഡ്രഡ്ജ് ക്രാഫ്റ്റ് മെഷീൻ. ഇത് ഉപയോഗിച്ച് ഷിരൂരിലെ ചെളി നീക്കം ചെയ്യാൻ, പുഴയിലെ ചെളി നീക്കം ചെയ്യാനുള്ള ഒരു ശ്രമമാണ് നടക്കുന്നത്. അതിനുള്ള ഒരു ആലോചന, ആ പദ്ധതിയാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ചില കർണാടക സർക്കാരിന്റെ ഭാഗത്തുനിന്നുള്ള ചില ഒരുപക്ഷെ അനുകൂലമായ നിലപാട് ഇല്ലാത്ത ഒരു സാധ്യത അവിടെ ഉണ്ട്. പക്ഷേ പ്രധാനമായും നമുക്കിവിടെ അന്വേഷിക്കേണ്ട ഒരു വിഷയം എന്താണെന്നാൽ, ഉദ്യോഗസ്ഥർ ഷിരൂരിലേക്ക് പോകുന്നുണ്ട്. വൈകുന്നേരത്തോടു കൂടി 3 പേർ ഷിരൂരിൽ എത്തുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഉദ്യോഗസ്ഥരുമുണ്ട്, ഇതിന്റെ ഈ യന്ത്രം പ്രവർത്തിപ്പിക്കുന്നവർ കൂടിയുണ്ട്. അതിനൊരു കാരണം ഈ ഒഴുക്കുള്ള പുഴയാണ്. കാരണം ഈ യന്ത്രം ഇതുവരെ ഒഴുക്കുള്ള ഒരു പ്രദേശത്ത് ഉപയോഗിച്ചിട്ടില്ല. കാരണം കോൾപ്പാടങ്ങളിലെ സ്ഥിതി നമുക്കറിയാം, വലിയ ഒഴുക്കുണ്ടാകാറില്ല. കെട്ടിക്കിടക്കുന്ന ചെളി നീക്കം ചെയ്ത് നീരൊഴുക്ക് സാധ്യമാക്കുക എന്നതാണ് ഈ യന്ത്രത്തിന്റെ ഒരു പ്രവർത്തനം. അപ്പോൾ എന്തായാലും ആ നിലയ്ക്കുള്ള സാധ്യതകളുമായി ഈ ഒരു സാധ്യത കൂടി അവലംബിക്കാനുള്ള ആ ഒരു വഴി തെളിഞ്ഞിട്ടുണ്ട്. അതിന് കർണാടകയുടെ അനുവാദം കിട്ടുക എന്നതാണ് ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനുള്ള നടപടിക്രമങ്ങളുമായി ഉദ്യോഗസ്ഥർ മുന്നോട്ട് പോവുകയാണ്. വിവരങ്ങളാണ് തിയോഫിൻ തൃശ്ശൂരിൽ നിന്ന് നൽകിയത്.